നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം രേവതി സച്ചിയും കൂടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാൻ പറയാണ്. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, എന്താ അച്ഛാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ വേറൊന്നുമല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. ഇത് കേട്ടിഞ്ഞിപ്പോ രേവതി പറഞ്ഞു, ഞങ്ങളോട് എന്തെങ്കിലും കാര്യം അച്ഛന് പറയണമെങ്കിൽ അതിനൊരു മുഖവരയുടെ ആവശ്യമുണ്ടോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയാണ്. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതെ ക്ഷമിക്കണോ കേട്ടോ എന്ന് പറയണേ. ക്ഷമിക്കണോന്നോ? അച്ഛൻ എന്തിനാ ഞങ്ങളോട് ക്ഷമ പറയണമെന്ന് ചോദിക്കാം. അല്ല, ചന്ദ്രമതി പറയുന്ന എനിക്ക് തോന്നില്ല. അവൾക്ക് പകരം ഞാൻ പറയാം. കാരണം അവള് ചെയ്ത തെറ്റിന് പൊറുക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛൻ എന്താ ഞങ്ങളുടെ മുന്നിൽ ക്ഷമ ചോദിക്കുവാണെന്ന് നിൽക്കും. അതിന് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലടാ. പക്ഷെ രേവതിയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് സുധിക്ക് വിൽക്കാൻ കൊടുത്തത് ചന്ദ്രയല്ലേ? അപ്പൊ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, വേണ്ടച്ചാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. എന്നോടൊരു പക്ഷെ അമ്മ ആ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നെങ്കിൽ, അത് സ്വർണ്ണം ഒന്ന് അവന് പണയം വെക്കാനോ വിൽക്കാനോ കൊടുക്കാൻ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുത്ത് കൊടുത്തേനെ. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അച്ഛാ. സ്വർണത്തിലൊന്നും ഞാൻ അത്ര ഇത് കാണുന്നില്ല എന്ന് പറയണം. സ്വർണ്ണമൊക്കെ ഇന്ന് വരും നാളെ പോവും, അത്രയ്ക്ക് അത്ര ഉള്ളെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, അത് മോളുടെ നല്ല മനസ്സുകൊണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അറിയാലോ, ഞാൻ നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ്. ഇന്ന് വരെ അഭിമാനത്തോടു കൂടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, മാന്യമായി തന്നെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. സച്ചി പറഞ്ഞു, അച്ഛൻ ആരുടെ മുന്നിൽ തല കുനിക്കരുത്. അത് എൻ്റെയും രേവതിയുടെ മുന്നിലാണെങ്കിൽ പോലും തല ഉയർത്തി പിടിച്ച് നടക്കണം. പിന്നെ സ്വർണം അതൊന്നും കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറയണം. ആ കാര്യത്തിൽ ഇനി ഞങ്ങളോട് ക്ഷമ പറയേണ്ട കാര്യമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ ഇങ്ങനെ നോക്കി. പിന്നീട് രവീന്ദ്രൻ മൈൻഡ് ചെയ്തില്ല. ചന്ദ്രമതി അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് രേവതി പറഞ്ഞു, അച്ഛൻ ഞാൻ കഴിക്കാൻ എടുക്കാന്ന് പറയണം. ഞാൻ പൂരിയും മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയി അതൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അടുക്കളയിലേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മ വന്നോ? ദേ അമ്മയ്ക്ക് പൂരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുവെക്കാൻ കഴിച്ചോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, കൂടുതൽ നീ എന്നെ കഴിപ്പിച്ച് കടത്തണ്ടെന്ന് പറയണം. എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കറിയാടി, എല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള പരിപാടിയല്ലേ. എന്തായിരുന്നു ഒരു ഗൂഢാലോചന? ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ നിർത്തിയല്ലോ. എന്താണെങ്കിലും നിന്റെ അധികാരം എവിടെ നടക്കണേന്ന് എനിക്കറിയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? രവിയേട്ടനെ കയ്യിലെടുത്തല്ലോ നീ അങ്ങോട്ട്. ഇപ്പം ഞാൻ നിന്നോട് മാപ്പ് പറയണം പോലും. ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് എന്താണെങ്കിലും ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മ ഞാൻ അമ്മയോട് മാപ്പ് പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറയണ്ടല്ലോ, നീ രവിയേട്ടനെ മയക്കെടുത്ത് രവിയേട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചില്ലേ? നിന്റെ മുന്നിൽ ഞാൻ നിൽക്കണമല്ലേ? അതിന് ഈ ചന്ദ്രമതി ഒന്നുകൂടെ ജനിക്കണമെന്ന് പറയണം. ഈ സമയം രേവതി പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അന്ന് കണക്കിലെടുക്കാൻ പോകുന്നില്ല. നല്ലത് പറഞ്ഞാലും ഇനിയിപ്പോൾ ചീത്ത പറഞ്ഞാലും അമ്മ എല്ലാം ഒരേ രീതിയിൽ തന്നെ എടുക്കുള്ളൂ, ചീത്തയായിട്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ലെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി എന്ത് ചെയ്യണം, കഴിക്കാനുണ്ടാക്കിയ പൂരി കറിയൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുവാണ്. ആ സമയത്ത് ശ്രുതിയും കൂടെ കടയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ദേ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശ്രുതി വന്ന് കഴിച്ചിട്ട് പോകാൻ പറയണം. ശ്രുതി പറഞ്ഞു, വേണ്ടാന്ന് പറയണം. അതെന്താ? ഇനി കഴിക്കാനിരുന്നിട്ട് വേണം സച്ചിയുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കാനായിട്ട്. കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേനും സച്ചി തുടങ്ങും, എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം അടിച്ചോണ്ട് പോയതല്ലടാ, അതിന്റെ പൈസ വെക്ക അതായതെന്നൊക്കെ പറഞ്ഞോണ്ട്. ആ സമയത്ത് രേവതി പറഞ്ഞു, ആഹാരം കഴിക്കാതെ പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, വേണ്ട. ശ്രുതി പറഞ്ഞു, എന്താ ശ്രുതി, കഴിച്ചിട്ട് പോവാം, നല്ല പൂരിയുടെ ഇതേ മസാല കറിയുടെ മണം വരുന്നുണ്ടെന്ന് പറയാം. ഒന്നും മിണ്ടാതിരിക്കുക, കഴിപ്പെന്നൊരു ചിന്ത മാത്രം ശ്രുതിക്കുള്ളൂന്ന് ചോദിക്കും. അതെ, നമ്മൾ പിന്നെ എന്താ കഴിക്കണമെന്ന് ചോദിക്കും. ഇന്നലെ തന്നെ ശരിക്കും കഴിക്കാത്തോണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇന്നെങ്കിലും നന്നായിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറയണം. വെറുതെ എന്തിനാ നമ്മൾ പൈസ കളയണേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് പൈസ കളയേണ്ട കാര്യമുണ്ടോ? ആ പൈസ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ലേ? ഇനിയിപ്പം ഇതേ സ്വർണത്തിന് വേണ്ടി പൈസ കൊടുക്കണ്ടേ?
അപ്പൊ അതുകൊണ്ട് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാന്ന് പറയണം. ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ദേഷ്യമാണ്. ശ്രുതിയാണെ കഴിക്കാതെ പോവില്ലെന്ന മട്ടി നിൽക്കുവാണ്. പിന്നീട് രേവതി പറഞ്ഞു, അതെ കഴിക്കുന്നുണ്ട്, വന്ന് കഴിച്ചിട്ട് പോകാൻ പറയണം. അപ്പോഴേക്കും ശ്രുതി വന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു, അല്ല അമ്മ കഴിക്കണില്ലേന്ന് ചോദിക്കാം. എനിക്ക് വേണ്ടാന്ന് പറയണം. എന്താ അമ്മേ, അമ്മ ഒന്ന് കഴിക്കാൻ പറയണം. ഓ എനിക്കൊന്നും വേണ്ട, അവള് തന്നെ അങ്ങോട്ട് തിന്നാ മതി, എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതിനെ നോക്കി ഒന്ന് പറയാൻ പറയണം. അങ്ങനെ അവസാനം ശ്രുതി പറഞ്ഞു, അമ്മയും കൂടെ വന്ന് കഴിക്കമ്മേന്ന് പറയണം. അമ്മ ഇന്നലെ ശരിക്കും കഴിച്ചില്ലോ ആഹാരമൊന്നും, വന്ന് കഴിക്കാൻ പറയണം. അവസാനം ചന്ദ്രമതി പറഞ്ഞു, ശരി എന്തേലും ആയിക്കോട്ടെ വരാന്നൊക്കെ പറയണം. അങ്ങനെ കഴിക്കാൻ പോയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും വന്നിരുന്നു. പിന്നീട് വർഷ ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമതിയോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ രവീന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പിന്നീട് എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാനൊക്കെ കഴിക്കാനെടുത്ത സമയത്ത് വർഷ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് രേവതി ചേച്ചിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാം. അതെന്താ വർഷ അങ്ങനെ പറഞ്ഞേ? അല്ല ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ പണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാനെന്ന് പറയാം. അപ്പോഴേക്ക് സച്ചു ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ ഇന്നലെ തന്നെ ആന്റി ആണെങ്കിൽ ചേച്ചിയുടെ മുഖത്തേക്ക് ആ വളയൊക്കെ വലിച്ചെറിഞ്ഞല്ലോ ആന്റിയുടെ കയ്യേന്ന് ഊരിയിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് ഇട്ടെറിഞ്ഞിട്ട് ഒറ്റ പോക്കം കൂടെ പോളെന്ന് പറയണം. ചന്ദ്രമതി അടി കൊണ്ട പോലെ ഇരിക്കുകയാണ്. ആ സമയം സച്ചു പറഞ്ഞു, എന്ത് ചെയ്യാനാ വർഷേ, രേവതിക്കാണല്ലോ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്തോണ്ട്, അല്ലെങ്കിൽ ഇവള് പാവായതുകൊണ്ട് ഇവളുടെ തലയിൽ കയറുന്ന ആർക്കും നിറങ്ങാലോ, അതുകൊണ്ട് മാത്രം. ഇവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇപ്പൊ പണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോയാനും. അത് ഞാൻ പലപ്പോഴും ഉള്ളു പറഞ്ഞാന്ന് പറയണം. രേവതി പറഞ്ഞു, എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സച്ചി പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒന്നെങ്കിൽ കരഞ്ഞോണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതെ ചെയ്യുന്ന ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറയണം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ രേവതി ചേച്ചി ആയതുകൊണ്ടാ. രേവതി ചേച്ചിയുടെ അവസ്ഥ വേറെ ആരാണെങ്കിലും ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ആരും ഒന്നിനും ഇങ്ങനെ നിൽക്കത്തില്ല. എല്ലാരും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേന് നേരെ വീട് വിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയണം. ആ സമയം ശ്രുതിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, എല്ലാരും കൂടി എന്താ ഇവിടെ എന്നെ പ്രശംസിക്കുന്ന ഇതാണോന്ന് ചോദിക്കുകയാണ്. കുറെ സമയം ആയല്ലോ തുടങ്ങിയിട്ട് ഒരാളെ അങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, അതേടാ എന്റെ ഭാര്യയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, നിന്നെ പോലൊന്നും അല്ല. നീ അച്ഛന്റെ 50 ലക്ഷം അടിച്ചോണ്ട് പോയി, ഇപ്പൊ എന്റെ ഭാര്യയുടെ സ്വർണം അടിച്ചോണ്ട് പോയി. പക്ഷെ എന്റെ ഭാര്യയോ കണ്ട് പഠിക്കടാന്ന് പറയാണ്. പിന്നെ നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിനെ കളിയാക്കുവാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൈ ഏട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയുടെ ഇച്ചിരൂടെ കഴിച്ചിട്ട് പോകാൻ പറയണം. വേണ്ടാന്ന് പറയണം. ആ സമയത്ത് ശ്രീകാന്തും വർഷം കൂടെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി വീണ്ടും അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ചന്ദ്രമതിക്കാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, കഴിക്കാൻ പോലും തോന്നില്ല. ചന്ദ്രമതി എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത്തിരി കഴിച്ചെന്നൊക്കെ വരുത്തിയിട്ട് എഴുന്നേക്കുവാണ്. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, കണ്ടില്ലേ ഇവിടെ ആരൊക്കെ കഴിച്ചാലും ശരി കഴിച്ചില്ലേലും ശരി, ഒരുത്തം കണ്ടോ 3-4 ചെണ്ണം അവിടെ ഇരുന്ന് അടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്ന 3-4 പൂരി. അല്ലെങ്കിൽ അമ്മ കഴിച്ചോ അച്ഛൻ കഴിച്ചോ അതൊന്നും അവന് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണം. ആ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. രവീന്ദ്രൻ വന്നിട്ട് രേവതി പറഞ്ഞു, മോളെ ഞാൻ പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറയണം. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, അച്ഛൻ കഴിക്കണില്ല എനിക്കിപ്പോ വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് സച്ചി ഒന്ന് നോക്കി രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോഴേക്കും എന്നെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ചന്ദ്രമതി. ശ്രുതി പറഞ്ഞു, അതെന്താ അമ്മയോട് പറയാത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ചന്ദ്രമതിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യ സങ്കടമായി. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. കാരണം എവിടെ പോയാലും ചന്ദ്രമതിയോട് പറഞ്ഞിട്ടാ പോകുന്നേ. പക്ഷെ രവീന്ദ്രൻ പറയാത്തതിനായ വിഷമവും വേദനയൊക്കെ ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നു. രവീന്ദ്രനോട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, രേവതിയോട് മാപ്പ് പറയാതെ ഇനിയിപ്പോ താൻ മിണ്ടില്ലാന്ന്. കാരണം രേവതിയോട് മാപ്പ് പറയാനായിട്ട് ചന്ദ്രമതി കൂട്ടാക്കിയില്ല. അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ ഉണ്ടായിരുന്നാലും ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത്രയും കാലം ചന്ദ്രമതിയുടെ താളത്തിനുള്ളത്ത് ഉള്ളി, ഇനിയിപ്പോ താൻ പിടിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ എന്നൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും രേവതി വർഷനെ വിളിച്ചിട്ട് എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പൊ ശ്രുതി സച്ചി എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ചന്ദ്രമതി മുറിയിൽ ഇരിക്കുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം വർഷേ, നീ രേവതി അടിച്ചായിട്ട് വർത്താനം പറഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് താഴേക്കും കൂടെ ഇറങ്ങിപ്പോയി. ആ സമയത്ത് വർഷ ചോദിച്ചു, എന്താ ചേച്ചി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ വേറൊന്നുമല്ല, ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പറയണ്ടെന്ന് പറയണം. വീട്ടിൽ പറയണ്ടെന്നോ? അല്ല ഇപ്പൊ ഈ സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്റെ സ്വർണം കൊണ്ടുപോയി ശ്രുതി അമ്മയും കൂടെ ചേർന്ന് വിറ്റ കാര്യമൊന്നുമേ. ഓ അതാണോ?
എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ് പറയണ്ടെന്ന് പറഞ്ഞേ, അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമാണോന്ന് ചോദിക്കും. അതല്ല, ഇതിനകത്ത് അമ്മയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ചന്ദ്രമതി ഇത് കേട്ടു, അമ്മയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് പറയണ്ടെന്ന്. നാണക്കേടല്ലേ, ഇപ്പൊ ശ്രുതി ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പൊ പിന്നെ പറയായിരുന്നു കാരണന്മാരുടെ കുഴപ്പം കൊണ്ടാന്ന്. പക്ഷെ കാരണന്മാരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയുമ്പോൾ നാണക്കേടല്ലേ. പ്രത്യേകിച്ച് വർഷയുടെ വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വർഷയുടെ അമ്മയും അച്ഛനൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടോണ്ടിരുന്ന ചന്ദ്രമതിക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ രേവതി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എല്ലാവരും ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞെന്ന് പറയാ. അതിപ്പോ തെറ്റ് ചെയ്ത ഇപ്പം ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും തെറ്റ് തന്നെയല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ വലിയവർ തെറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് രണ്ടടിയും കൂടെ കൂടുതൽ കൊടുക്കണമെന്ന് പറയാണ്. അവർ ഇത്രയും പ്രായവും പക്വത ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു തെറ്റിന് കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ പറയാണ്. ചന്ദ്രമതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അവളിച്ചിരി പണക്കാരിയാ, അപ്പൊ അതിന് ഹുങ്ക് കാണിക്കുന്ന വർഷ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ സമയത്ത് വർഷ പറഞ്ഞു, എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നേ? അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. തെറ്റ് ചെയ്താൽ തെറ്റാന്ന് തന്നെ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, പോട്ടെ, എന്താണെങ്കിലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വീട്ടിൽ പോയി പറയാൻ പോകണ്ടെന്ന് പറയാ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ രേവതി ചേച്ചി പറഞ്ഞല്ലേ, ഞാൻ അതിനെക്കുറിച്ച് പറയാനും പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോയി. ആ സമയം ചന്ദ്രമതി ഓർത്തു, ഇപ്പൊ രേവതിക്ക് പോലും ഇച്ചിരി മനസ്സലിവുണ്ട് തന്നോട്, പക്ഷെ വർഷയ്ക്ക് അതും കൂടി ഇല്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രുതിയും കൂടെ കടയിലേക്ക് ചെന്നു. കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോലീസുകാരനും ഒന്ന് രണ്ട് കസ്റ്റമേഴ്സും കൂടെ വരുവാണ്. അങ്ങനെ അവരെ കണ്ടു ശ്രുതി പറഞ്ഞു, ഇതെന്താ പോലീസുകാരൊക്കെ വന്നിരിക്കുന്നത്? പിന്നീട് പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കുറെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചോണ്ട് പോയില്ലേന്ന് ചോദിക്കുകയാണ്. അതെ, അല്ല അവന്മാരെ പിടികിട്ടിയ സാറേന്ന് ചോദിക്കുകയാണ്. പിടികിട്ടിയല്ലോ, പിടികിട്ടി, പക്ഷെ അവന്മാർ ആ സാധനങ്ങളൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. അതെ, ഇത് ഇവർക്കാ കൊടുത്തേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഇവർക്കോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സാധനം തിരികെ വേണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നിങ്ങളുടെ സാധനമൊക്കെ ഞാൻ തിരിച്ചു തരാമെന്ന് പറയാം. പോലീസുകാരൻ പറഞ്ഞു, അതിനകത്തൊരു കാര്യമുണ്ട്, ഇവർ സാധനം തിരിച്ചു തരും, പക്ഷെ ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് പറയണം. അതെവിടുത്തെ ന്യായം? അല്ല, ഇവര് പൈസ കൊടുത്തല്ലേ അയാളോട് മേടിച്ചേന്ന് ചോദിക്കുക. അപ്പത്തേനും ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞങ്ങളുടെ സാധനം അയാൾ മോഷ്ടിച്ചോണ്ട് പോയതല്ലേ. അത് ശരി തന്നെയാ, പക്ഷെ ഇവര് പറയണേ ഇവര് സാധനം അയാളുടെ പൈസ കൊടുത്ത് മേടിച്ച, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ പൈസ കൊടുക്കണം. കുറഞ്ഞ പൈസക്കാണ് അവർ സാധനം മേടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൈസ കൊടുത്താൽ മതി, ഇവർ സാധനങ്ങളൊക്കെ തിരികെ തരാമെന്ന് പറഞ്ഞതെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്തൊക്കെയാ മേടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുക. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, AC അങ്ങനെയൊക്കെ പറയണം. മൊത്തം 1 ലക്ഷം രൂപയോളം ആവുമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, 1 ലക്ഷം രൂപയോ? 1 ലക്ഷം രൂപ ആ സാധനം മേടിക്കണേ? അത് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, 1 ലക്ഷം രൂപ ആ സാധനം ഞങ്ങൾ തിരികെ കടയിലേക്ക് തന്നെ എടുത്തോളാന്ന് പറയണം. അപ്പൊ ആദ്യം ഒരു നഷ്ടം വന്നു, വീണ്ടും പിന്നെയും നഷ്ടങ്ങൾ വരുത്തുവാണ്. ഇത് ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു, എന്നാ ശരി, നിങ്ങൾ കൊണ്ട് സാധനം കൊണ്ട് തിരികെ കൊടുക്കുക, പിന്നെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളാനൊക്കെ പറയണം. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ശ്രുതി 1 ലക്ഷം രൂപ എവിടെ നിന്നെടുത്ത് നമ്മൾ കൊടുക്കും? അതാണല്ലോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ എന്ന് പറയണം. പൈസയോ? നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, നീലിമ തന്ന പൈസ, അപ്പൊ അതിനകത്ത് നിന്ന് എടുക്കാം. 2 ലക്ഷം രൂപ സ്വർണത്തിന്റെ പൈസയും കൊടുക്കാം, 1 ലക്ഷം രൂപ ഇതിനും കൊടുക്കാന്ന് പറയണം. അപ്പൊ 4 ലക്ഷം രൂപയാണ് രേവതിയുടെ സ്വർണത്തിന് കൊടുക്കണ്ടേ. 2 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് സച്ചിനെ ഒന്ന് അടക്കി നിർത്താലോ, അതാണ് ശ്രുതി ഉദ്ദേശിക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നമ്മൾ ആ പൈസ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇവിടുത്തെ ആവശ്യത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ, അപ്പൊ എന്താണ് ചെയ്യാം, ഇപ്പൊ തൽക്കാലത്തിന് ഈ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ്. ശ്രുതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 8-8:30 തന്നെ രേവതിയുടെ സച്ചിയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ വരാൻ പോകുന്ന ദിവസത്തെയാ. ഇപ്പൊ ചിലപ്പോ ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇത് പറയാൻ പോകുന്നത്, കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ കാണും, ഇത് എപ്പോഴത്തെ കഥയാന്നൊക്കെ. സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, കണ്ടിന്യൂസിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കണ്ടുകൊണ്ട് പോകുന്നവർക്കറിയാം ഇതിന്റെ തുടർച്ചയായിട്ടാണ് വരാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാട്ടോ. അപ്പൊ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ട് അവരോടാട്ടോ. സ്ഥിരം കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കയറി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.